ഒരു വളർത്തുമൃഗത്തിന്റെ വരവിനായി 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ അതിഥി വന്നെത്തി. പക്ഷേ ആ അതിഥിക്കായി കാത്തിരുന്നത് ഒരു മനുഷ്യനോ ഒരു കൂട്ടം മനുഷ്യരോ അല്ല, മറിച്ച് ഒരു വിമാനത്താവളമാണ്. 25 വർഷത്തിന് ശേഷമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഒരു വളർത്തുമൃഗത്തെ എത്തിക്കുന്നത്. അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനത്തിലൂടെ ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് ഇവ എന്ന പേരുള്ള പൂച്ചക്കുട്ടിയുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. ഇവ എന്ന പൂച്ചക്കുട്ടി ഒരു VIP ആണ്. ഇവ VIP ആണെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം 25 വർഷത്തിനു ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കേരളത്തിലെത്തിയ ആദ്യ വളർത്തുമൃഗമാണ് ഈ പൂച്ചക്കുട്ടി. ചേലക്കര സ്വദേശിയായ രാമചന്ദ്രനും മകനുമാണ് ഖത്തറിൽ നിന്നും ഇവയെ നെടുമ്പാശ്ശേരി വഴി നാട്ടിലെത്തിച്ചത്. ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനത്തിലൂടെയാണ് ചേലക്കര സ്വദേശി രാമചന്ദ്രൻ പൂച്ചക്കുട്ടിയെ നാട്ടിലെത്തിച്ചത്. ഖത്തറിലെ വഴിയരികിൽ നിന്ന് ലഭിച്ച പൂച്ചക്കുട്ടിയെ ഉപേക്ഷിക്കാൻ മനസ്സുവെന്നില്ലെന്ന് രാമചന്ദ്രൻ പറഞ്ഞു. ഒരു വർഷമായിട്ടുള്ളത് ചെറിയ കുഞ്ഞ് കിട്ടിയതാണ്. അത് കരയിനണ്ട് പിടിച്ചുകൊണ്ട് വളർത്തിയത്. അത് എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്തു, പാല് കൊടുത്തു. പിന്നെ അതിനെ കളയാൻ തോന്നിയില്ല. ഞാൻ പോരും നിർത്തി പോന്നു. ഞങ്ങളവിടെ RNG ഓഫീസിൽ അന്വേഷിച്ചു സാധനത്തിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു ടിക്കറ്റ് എടുത്തോളം ഒക്കെ ആക്കി തരാമെന്നില്ല പേപ്പർ. അപ്പോൾ എല്ലാം ക്ലിയറാക്കി തന്നു. പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പേപ്പേഴ്സ് ഞങ്ങൾ ക്ലിയറാക്കി. അത് വന്നപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാം ക്ലിയറാക്കി തന്നു. ഇറങ്ങിയോടെ തന്നെ ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനും എല്ലാവരും ആൾക്കാരുണ്ടായിരുന്നു. ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് വരുന്നത് 340 റിയാലാണ് പൂച്ചക്കുട്ടിയെ കേരളത്തിലെത്തിക്കാൻ ചിലവായ തുക. സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ 7 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയാണ് രാമചന്ദ്രൻ തന്റെ അരുമയെ നാട്ടിലെത്തിച്ചത്. അത് ഒരു കൊല്ലമായിട്ട് വളർത്തുന്നു. അപ്പോൾ പിന്നെ അവിടെ വീട്ടിൽ പോകാൻ പറ്റിയില്ല. അത് മനസ്സ് അനുവദിച്ചില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. കുറച്ച് ആദ്യമൊന്നും മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്തൊക്കെ കാര്യങ്ങളാണ്. പിന്നെ ഒന്ന് ക്ലിയറായി കിട്ടിയതിന് ശേഷം ബാക്കിയെല്ലാം ഈസിയായിരുന്നു. ഇവിടെ പ്രൊസീജിയറൊക്കെ ഉറപ്പാക്കി എല്ലാം ചെയ്തു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധയുണ്ടെങ്കിൽ 15 ദിവസം ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷം മാത്രമാണ് ഉടമകൾക്ക് വിട്ടു നൽകുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സ്വർണ്ണാഭരണശാല. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൻ ശേഖരം. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ശുദ്ധമായ സ്വർണമാണ് ഞങ്ങളുടെ സമ്മാനം. രഞ്ജിനി ജ്വല്ലറി, പാലസ് റോഡ്, മട്ടാഞ്ചേരി.